rules of network construction. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഈ മോഡ്യൂളിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് കുറച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഈ റൂൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക. For the construction of a network, generally the following rules are followed. First one, each activity is represented by one and only one arrow. ഒരു ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണല്ലോ ഒരു ആക്ടിവിറ്റി നമ്മൾ വരയ്ക്കണേ. ആ ആക്ടിവിറ്റി വരയ്ക്കുമ്പോൾ ഒരേ ഒരു ആരോയെ പാടുള്ളൂ. Second one, each activity must be identified by its starting and end nodes, which implies that two activities should not be identified by the same completion of event, and activities must be represented either by their symbol or by the corresponding ordered pair of starting completion events. അതായത് each activity must be identified by its starting. ഒരു ആക്ടിവിറ്റി ആകുമ്പോൾ അതിന് തുടക്കവും വേണം അവസാനം വേണം. ഈ ആക്ടിവിറ്റിനെ എനിക്ക് എങ്ങനെ എഴുതണം? ഇതിന് ഐ എന്ന ഇവന്റും ഇത് ജെ എന്ന ഇവന്റ് ആണെങ്കിൽ എനിക്ക് തന്നെ ഐ കോമ ജെ ആയിട്ട് എഴുതാം. ആക്ടിവിറ്റി മസ്റ്റ് ബി റെപ്രസെന്റഡ് ഐദർ ബൈ ദയർ സിമ്പിൾസ് ഓർ ഇപ്പോൾ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ എ എന്ന ആക്ടിവിറ്റി എ ആണ് ഇതിന് പേര് കൊടുക്കണമെങ്കിൽ ആക്ടിവിറ്റി എ എന്ന് പറയാം. Activities must be represented either by their symbol or by the corresponding ordered pair of starting completion event. തുടക്കത്തിന്റെയും അവസാനത്തിന്റെയും ലെറ്റേഴ്സ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. Nodes are numbered to identify an activity uniquely. ഒരു ആക്ടിവിറ്റീനെ യുണീക്കായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് നോഡ്സിന് അല്ലെങ്കിൽ ഇവന്റ്സിന് നമ്പർ കൊടുക്കുന്നത്. ടെയിൽ നോഡ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഷുഡ് ബി ലോവർ ദാൻ ദ ഹെഡ് നോഡ് ഓർ എൻഡ് പോയിന്റ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് 2 എന്ന് കൊടുക്കും. അപ്പോൾ ടെയിലിനേക്കാൾ വലുതായിരിക്കണം എൻഡിന്റെ നമ്പർ 2. ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിറ്റ്വീൻ എനി പെയർ ഓഫ് നോഡ്സ്, ഏത് രണ്ട് നോഡ് എടുത്താലും there should be one and only one activity. ഒരേ ഒരു ആക്ടിവിറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. However, more than one activity may emanate from the terminate to a node. Arrows should be kept straight and not curved or bent. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ആരോസ് നേരെ ആയിരിക്കണം, ഇങ്ങനെ ബെൻഡോ കർവ്ഡോ ഒന്നും പാടില്ല. Fifth one, arrows should be kept okay. Then the logical sequence or interrelationship between activities must follow the following rules. The logical sequence or interrelationship between activities must follow the following rules. An event cannot occur until all the incoming activities into it have been completed. ഞാൻ പറഞ്ഞു, ഒരു വീടിനെ വാർപ്പ് നടത്തണമെങ്കിൽ തറപ്പണി കഴിഞ്ഞിരിക്കണം, പിന്നെ എന്താ പറയാ അതിന്റെ ഒന്നല്ലെങ്കിൽ ബീമിട്ട് കയറ്റണം, അല്ലെങ്കിൽ ചുമര് പണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു മൂന്നാമത്തെ ഒരു ഇവന്റ് നടക്കണമെങ്കിൽ അതിന് മുമ്പുള്ള എല്ലാ ആക്ടിവിറ്റീസും നടന്നിരിക്കണം. An activity cannot start unless all the preceding activities on which it depends have been completed. ഒരു ആക്ടിവിറ്റി ഒരിക്കലും തുടങ്ങാൻ പാടില്ല ഇപ്പോൾ unless all the preceding activities, അതിന് മുമ്പുള്ള ആക്ടിവിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട അതിന് മുമ്പുള്ള ആക്ടിവിറ്റീസ് കഴിയുന്നത് വരെ വേറെ ആക്ടിവിറ്റി തുടങ്ങാൻ പാടില്ല. Dummy activities should only be introduced if absolutely necessary. ആവശ്യമെങ്കിൽ മാത്രമേ ഡമ്മി ആക്ടിവിറ്റീസ് കൊടുക്കാൻ പാടുള്ളൂ. Numbering events. After the network is drawn in a logical sequence, every event is assigned a number. എല്ലാ ഇവന്റിനും ഒരു നമ്പർ കൊടുക്കണം. The number of sequence must be such as to reflect the flow of the network. The number sequence must be such as to reflect the flow of the network. അപ്പോൾ നമുക്കറിയാലോ, ആദ്യത്തെ ഇവന്റിന് 1 കൊടുക്കണം, രണ്ടാമത്തെ 2 കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫിഗർ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, 2 ആക്ടിവിറ്റി പോയിട്ടുണ്ട്. ഇതാണ് ഒരു ഇവന്റ്.
വേറെ ഇവന്റ് ബിയും സിയും. അപ്പൊ ഏതിന് ബി സി കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് വേണം, ഫ്ലോ ചാർട്ട് അല്ല, ആ ഒരു ഫ്ലോ, ഒരു നിയമം ഉണ്ട്, ആ നിയമം വെച്ചിട്ട് വേണം കൊടുക്കാൻ. നിയമം എന്ന് പറയുന്നത് പറയും, ക്വസ്റ്റ്യനിൽ പറയും ഇതാണ്, ഇത് കണ്ട് ഇത് വരണം, ഇത് കണ്ട് ഇത് വരണം എന്നവർ പറയും. ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. The number sequence must, okay. In event numbering, the following rules should be observed. Event numbers should be unique. Event numbers unique ആയിരിക്കണം. Event number should be carried out on a sequential basis from left to right. Left നിന്ന് റൈറ്റിലോട്ടാണ് നമ്പേഴ്സ് കൊടുക്കേണ്ടത്. The initial event which has all outgoing arrows and outgoing arrows with no incoming arrow is numbered 0 or 1. അതായത് ഇവിടെ നിന്നാണെങ്കിൽ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇവിടുന്നാണ് എല്ലാ ഏരോസും തുടങ്ങണേ. ഇതിലോട്ട് വേറെ ഏരോ വരുന്നില്ല. മനസ്സിലായോ? ഈ ഇവന്റിൽ നിന്നാണ് എല്ലാം തുടങ്ങണത്. പക്ഷെ ഇവന്റിലോട്ട് വേറെ വരുന്നില്ല. അതിനെ 0 എന്നോ 1 എന്നോ വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിന് 2 എന്ന് പറ്റി കൊടുക്കരുത്. തുടക്കത്തിലുള്ള നമ്പർ എപ്പോഴും ഇതിനാണ് കൊടുക്കാൻ. The head of an arrow should always bear a number higher than the one assigned at the tail of the arrow. അതായത് ഇത്രയേ ഉള്ളൂ. ദി ഹെഡ് ഓഫ് ദി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ഇതിന് 1 കൊടുക്കണം, ടെയിലിന് 1 കൊടുക്കണം, ഹെഡിന് 2 കൊടുക്കണം. ഇനി ഇവിടെ തന്നെ പോകുന്നുണ്ടെങ്കിൽ ഇത് 2 ആണെങ്കിൽ ഇത് 3 കൊടുക്കണം. ഹെഡിനായിരിക്കണം നമ്പർ വലുത്. The initial event which has all outgoing arrow, അത് പറഞ്ഞു. Gaps should be left in the sequence of event numbering to accommodate subsequent inclusion of activities if necessary. Gap should be left in the sequence of events numbering to accommodate the subsequent inclusion of activities if necessary.